നമസ്കാരം. റാപ്പർ വേടനെതിരെ പീഡന സീരീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അത്ഭുതവും ഇല്ല. എന്തായാലും ഇന്നിപ്പോ രണ്ട് സ്ത്രീകൾ ഒരുമിച്ചാണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുന്നത്. അതും 2020-21 കാലഘട്ടത്തിൽ. ജസ്റ്റ് അതിന്റെ വാർത്ത ഒന്ന് കേട്ടെ. റാപ്പർ വേടനെതിരെ ലൈംഗികാതിക്രമ പരാതിയുമായി രണ്ട് യുവതികൾ കൂടി രംഗത്ത് വന്നു. ഗവേഷക വിദ്യാർത്ഥികളാണ് പരാതിയുമായി രംഗത്തെത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകി എന്നാണ് ലഭിക്കുന്ന വിവരം. ക്രൂരമായ ലൈംഗികാതിക്രമം നടത്തിയെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. ഗവേഷണാവശ്യത്തിന് സമീപിച്ചപ്പോൾ അതിക്രമം നടത്തിയെന്നാണ് പരാതി. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു. കേട്ടല്ലേ, 2020-21 കാലഘട്ടത്തിൽ ഗവേഷക വിദ്യാർത്ഥികളെ ക്രൂരമായി പീഡനത്തിന് ഇരയാക്കി എന്നാണ് പരാതി. ഇരയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അതിനെ സംബന്ധിച്ച് അവർ തന്നെ അവരുടെ ഐഡന്റിറ്റി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ആരോ ആയിക്കോട്ടെ, എക്സ് ഓർ വൈ ആരോ ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഇത് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടി വന്നത് നമ്മുടെ ഈ സവർണ തമ്പുരാന്മാർ ഈ നാട് കഴിഞ്ഞ കുറെ കാലമായി സകല മേഖലയെ അവരുടെ കയ്യിലാണല്ലോ വെച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ സിനിമ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവർ മാത്രം ചെയ്താലേ നന്നാവുള്ളൂ. ഇപ്പോഴും അടൂർ ഗോപാലകൃഷ്ണന്മാരുടെ മനസ്സിലുള്ള അതേപോലെ തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ സവർണ തറവാടുകളെ കുറിച്ച് മാത്രം കഥകൾ പറഞ്ഞുകൊണ്ടിരുന്ന, സവർണന്മാരെ മാത്രം നടന്മാരാക്കിയിരുന്ന സത്യനന്ദിക്കാടിനെ പോലുള്ളവർ സന്ദേശം എന്നൊരു സിനിമ എടുത്തതിന് ശേഷം അതിനകത്ത് എഴുതി വെച്ചൊരു ഡയലോഗ് ഉണ്ട്. എങ്ങനെ തൊഴിലാളി പാർട്ടിയെ സമൂഹത്തിന്റെ മുന്നിൽ ആക്ഷേപിക്കാൻ വേണ്ടി അവർ വെറും മോശക്കാരാണ്, വെറും വൃത്തികെട്ടവന്മാരാണ് എന്ന് സമൂഹത്തെക്കുറിച്ച് ചിന്തിപ്പിക്കാൻ വേണ്ടി പരിഹാസ രൂപേണ, തമാശ രൂപേണ പറഞ്ഞൊരു വാചകമുണ്ട്. ആ അപ്പുറത്തെ പാർട്ടിയിലെ കൊള്ളാവുന്നുള്ള ചെറുപ്പക്കാരുണ്ട്, അവരെയൊക്കെ അങ്ങ് ഏതെങ്കിലും സ്ത്രീ വിഷയത്തിൽ പെടുത്തിയരേ എന്നുള്ള കാര്യം. അപ്പുറത്തെ പാർട്ടിയിൽ കൊള്ളാവുന്ന, അതായത് കോൺഗ്രസ് പോലുള്ള തറവാട്ടി പറന്ന ആപ്പിൾ പോലെ ഇരിക്കുന്ന സവർണ കുടുംബത്തിലെ മക്കളുകൾ വന്ന് പ്രവർത്തിക്കുന്നവരാണ്. അതാണ് കൊള്ളാവുന്നുള്ള ചെറുപ്പക്കാർ. ആ കൊള്ളാവുന്നുള്ള ചെറുപ്പക്കാരെ ഏതെങ്കിലും സ്ത്രീ വിഷയത്തിൽ പെടുത്തിയരേ എന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇടതുപക്ഷ ആശയങ്ങളെയും ആ വിഭാഗത്തിൽപ്പെട്ടവരെല്ലാം വെറും മോശക്കാരാണെന്ന് ചിത്രീകരിക്കാൻ വേണ്ടി എഴുതി പടച്ചൊരു വാചകമാണ്. ഇനിയിപ്പോ അത് റാപ്പർ വേടന്റെ കാര്യത്തിലേക്ക് വരാം. ഇപ്പോ എന്തുകൊണ്ടാണ് സീരീസ് ഓഫ് ഈ പീഡന ആരോപണങ്ങൾ വരുന്നു എന്ന് ചോദിക്കുമ്പോൾ, അതും 2020-കൾക്ക് മുന്നിൽ ഈ 5 വർഷം ഇവരാരും ഈ നാട്ടിലില്ലായിരുന്നു. പൊടുന്നനെയാണ് അവർക്ക് ഈ ലൈംഗിക പീഡനത്തെക്കുറിച്ചുള്ള വേദനകളും വിഷമങ്ങളും, ലൈംഗിക പീഡനത്തെക്കുറിച്ചുള്ള വല്ലാത്തൊരു വേവലാതി, പൊടുന്നനെയാണ് ഈ ലൈംഗിക അതിക്രമത്തെ സംബന്ധിച്ചുള്ള വേദന പുറത്തേക്ക് വരുന്നത്. അത് ആരോ ആയിക്കോട്ടെ, അതിന്റെ ഇന്റൻഷൻ ഇല്ലാതെ അവർ ആത്മാർത്ഥമായി പറഞ്ഞു എന്ന് നമുക്ക് ഇപ്പോഴത്തേക്ക് വിശ്വസിക്കാം, ഒരു സംശയമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നേരത്തെ സത്യനന്ദിക്കാട് ഈ സമൂഹത്തിന്റെ മുന്നിൽ എഴുതി പറയിപ്പിച്ചതുപോലെ അവർക്കെതിരെ ശബ്ദമായി വരുന്നവരെ ഏതെങ്കിലും ഒരു പെണ്ണ് കേസ് കൊണ്ടുവന്ന് നശിപ്പിക്കലാണ് ഇവരുടെ ഉള്ളിലിരിപ്പ് എന്നുള്ളത് മറ്റൊരാളുടെ തലയിലേക്ക് അന്ന് ഒരു ഡയലോഗ് മുഖേന അവർ സ്ഥാപിക്കാൻ ശ്രമിച്ചതാണ് ആ സിനിമയിൽ ഉള്ളതെന്ന് പലകുറി തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോ വേടനെ കുറിച്ച് തന്നെ ആലോചിക്കൂ. 2020 കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 2021 കാലഘട്ടത്തിൽ റാപ്പർ വേടൻ എന്നുള്ളത് ഈ സമൂഹത്തിൽ ഒരു അഡ്രസ് ഇല്ലാത്ത വ്യക്തിയാണ്. അക്കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. വലിയ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത വ്യക്തിയാണ് ഈ പറയുന്ന ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് വരുന്ന ആൾക്കാരെ നോക്കൂ. ഡോക്ടർ, പിന്നീട് ഗവേഷക വിദ്യാർത്ഥികൾ, ഇതെല്ലാം ആരെടുത്താ വരുന്നേ? നമ്മുടെ ഈ പറയുന്ന ആൾക്കാരൊക്കെ ഏത് വിഭാഗത്തിൽപ്പെടുന്നതെന്ന് അറിയില്ല. പക്ഷെ വരുന്നവരുടെ ഒരു സീരീസ് നോക്കണം. അന്ന് നമ്മുടെ നാട്ടിൽ ഒരു അഡ്രസ്സും ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരന്റെ അടുത്ത് ഇവരെല്ലാം വന്ന് ക്യൂ നിൽക്കുന്നു. എന്നെ പീഡിപ്പിക്കുമ്പോഴെല്ലാം പലയിടങ്ങളിലേക്ക്, അതായത് ഒരിക്കൽ കോഴിക്കോട്, പിന്നെ കൊച്ചി, ഫ്ളാറ്റുകൾ. ഏത് 2020 കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന് ഫ്ളാറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അതായത് ഉടുക്കത്തുണിക്ക് മറുതുണി ഇല്ലാത്ത അവസ്ഥയാണ്, അല്ലെങ്കിൽ പട്ടിണിയും ദാരിദ്ര്യവുമാണ്. 10 രൂപ അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടാകണമെങ്കിൽ അന്നന്നത്തെ ജോലിക്ക് പോകണം. പിന്നെ കിടക്കുന്ന ഇടം വാടക വീട്ടിലാണ്. അമ്മ വീട്ടു ജോലിക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അച്ഛനും കൂലിത്തൊഴിലാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഈ പറയുന്നവർ ഫ്ളാറ്റിലേക്ക് എന്ന് പറയുമ്പോൾ 2020 കാലഘട്ടത്തിലൊക്കെ ഫ്ളാറ്റ് എന്ന് ചിന്തിക്കാനുള്ള ശേഷി ആർക്കുണ്ടായിരുന്നില്ല? വേടൻ എന്ന ചെറുപ്പക്കാരനുണ്ടായിരുന്നില്ല. അവിടെയാണ് ഫ്ളാറ്റിൽ നിരന്തരം പീഡനം നടന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പോയി എത്തി നോക്കാനുള്ള സാമ്പത്തികമില്ലാത്ത വ്യക്തിക്ക് എങ്ങനെ അത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ന്യായമായിട്ടുള്ള ചോദ്യം അവിടെ ഉണ്ട്. അല്ലെങ്കിൽ തന്നെ പോപ്പുലാരിറ്റി ഇല്ലാത്ത സന്ദർഭത്തിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിഷ്കളങ്കരെ, ഈ നാട്ടിൽ ഏറ്റവും പിന്നോക്ക അവസ്ഥയിലുള്ള മനുഷ്യൻ, പ്രത്യേകിച്ച് കോളനിയിൽ കിടക്കുന്നവരടുത്ത് ഈ നാട്ടിലെ പെൺകുട്ടികൾക്കെല്ലാം വലിയ ഹരമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങ് കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പറ്റൂ? ഇപ്പൊ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, അങ്ങനെയുള്ള ബന്ധങ്ങൾക്ക് സാധ്യതയുണ്ട്. വിദ്യാഭ്യാസം പോലും പൂർത്തീകരിക്കാതെ അന്നന്നത്തെ തൊഴിലിന് പോയ വ്യക്തിയെ ഡോക്ടർ മുതലുള്ളവർ ഇങ്ങനെ 2020 കാലഘട്ടത്തിൽ അദ്ദേഹത്തുമായിട്ട് ബന്ധമുണ്ടാകുന്നു, അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് ഇരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ വിട്ടിട്ട് അതിനൊരു കഥയുണ്ടാക്കി സമൂഹത്തിന്റെ മുന്നിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ആ ഒരു വിപ്ലവം, റാപ്പ് വിപ്ലവം, അത് ഡാമേജ് ഉണ്ടാക്കിയ വിഭാഗക്കാരുടെ കുബുദ്ധിയിൽ നിന്ന് ഉദിച്ചു വരുന്ന ഈ പീഡന ആരോപണങ്ങൾ അത് കൃത്യമായി പ്ലാൻ ചെയ്യുന്ന കാര്യമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നേരത്തെ വേടൻ അദ്ദേഹത്തിന്റെ റാപ്പ് സംഗീതത്തിലൂടെ പറഞ്ഞ പോലെ
ഞാൻ പാണനല്ല, പറയനല്ല, പുലയനുമല്ല, നീ തമ്പ്രാനുമല്ല, ആണെങ്കിൽ എനിക്കൊരു തൈരുമില്ല എന്ന് പറഞ്ഞ, അത് ശ്രദ്ധിക്കണം, ഞാൻ തൈര് എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പോ തൈരുമല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ വാചകം ആരെയൊക്കെ എവിടെയൊക്കെ പൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ പൊള്ളലേറ്റവർ ആ വ്യക്തിയെ ഇല്ലാതാക്കാൻ ചെയ്യുന്ന നാറിയ കളി അവിടെയാണ്. നേരത്തെ പറഞ്ഞ പോലെ സത്യൻ അന്തിക്കാടിന്റെ ആ വാചക അന്വർത്ഥമാകുന്നത് എവിടെയെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ഒരു വ്യക്തിയെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വന്ന് ഇവിടത്തെ ഒളിച്ചു കടത്തലുകൾ, ഇവിടത്തെ സാമൂഹിക അസമത്വങ്ങൾ എല്ലാം സൃഷ്ടിച്ച് എല്ലാം വെച്ച് അനുഭവിച്ച് പ്രിവിലേജുകളുടെ കോട്ടകൊത്തളങ്ങളിൽ ഇരിക്കുന്നവർക്കേറെ ശബ്ദമുയർത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ ഒരു ചെയിൻ റിയാക്ഷൻ ഉണ്ടാകുന്നു എന്നതിന്റെ ഒരു സാമ്പിൾ ആണ് ഈ പുറത്തു വന്നിരിക്കുന്നതെന്ന് കൃത്യമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഒരു പ്രിവിലേജും ഇല്ലാത്ത ചെറുപ്പക്കാരനെ തേടി ഉന്നത വിദ്യാഭ്യാസമുള്ളവരെല്ലാം വന്ന് അദ്ദേഹത്തിന് പീഡിപ്പിക്കാൻ വേണ്ടിയുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്നിടത്ത് തന്നെ എന്തൊരു ലോജിക്കില്ലായ്മയാണ്. അതും ഫ്ളാറ്റുകളിൽ വെച്ച് നിത്യവൃത്തിക്ക് ശേഷിയില്ലാത്തവന് ഫ്ളാറ്റിൽ വെച്ച് പീഡിപ്പിക്കാൻ അവസരം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഒരു ചെറ്റക്കുടിലാക്കി മാറ്റി ആ കഥ സൃഷ്ടിക്കാനുള്ള മാന്യതയെങ്കിലും അവർ കാട്ടണമെന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഒരു വ്യക്തിയെ എങ്ങനെയാണ് ഞങ്ങൾക്കെതിരെ ശബ്ദമായി കഴിഞ്ഞാൽ ഈ സമൂഹത്തിന്റെ മുന്നിൽ അയാളുടെ വിശ്വാസ്യത തകർക്കാൻ, അയാളെ ഇല്ലായ്മ ചെയ്യാൻ എങ്ങനെയൊക്കെയാണ് സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന അതിന്റെ തലപ്പത്തിരിക്കുന്ന ചിലർ നടത്തുന്ന ഗൂഢ പരിശ്രമം എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സന്ദർഭം കൂടിയാണിത്.